അപ്പച്ചൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഇപ്പൊ എത്ര നാളായി? കുടുംബക്കാരോട് ഞാൻ എക്സ്ക്യൂസ് പറഞ്ഞു മടുത്തു. അലക്സിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നിന്റെ പേപ്പറും കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കി. അടുത്ത മാസം ഫസ്റ്റ് വീക്ക് നിന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. എന്റെ പൊന്നപ്പച്ച, അപ്പച്ചൻ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല. ഞാൻ ഇവിടെ ഇങ്ങോട്ട് വന്ന അപ്പച്ചന് മനസ്സിലായില്ലേ? എടി നിനക്ക് അവിടെ പോയാലും ഇതൊക്കെ ചെയ്യല്ലോ. പിന്നെ ചേട്ടാ ഇപ്പൊ അങ്ങനെയൊക്കെ പറയും. അവിടെ ചെന്ന ചേട്ടാടെ കാല് മാറും. അപ്പച്ചൻ സംസ്ഥാനം പോയാൽ മതി, ഞാനൊന്നുമില്ല. ആ കിളവൻ കൊള്ളാല്ലേ? പിന്നെ മതിച്ചെഴുതോ നാളെ നടന്നെന്ന് തോന്നുന്നു. പുള്ളിയുടെ ഒരു ഫിഗറും പരിപാടിയൊക്കെ നമ്മുടെ ക്യാരക്ടറിന് കറക്റ്റ് മാച്ചാ. പുള്ളിന് മാത്രം ഓക്കെ വെച്ചിട്ട് ബാക്കി എല്ലാവരും പറഞ്ഞോട്ടേക്ക്. ഉറപ്പില്ലേ? സാമ 12-ാം തീയതി തന്നെ ഷൂട്ട് നടക്കല്ലേ? ഇനി പാച്ച് എന്ന് പറഞ്ഞു വന്നേക്കല്ലേ? ഇല്ല സാറേ, ഇവിടെ എല്ലാം ഓക്കെയാണ്. ഈ കാര്യം സിനിമാറ്റോഗ്രഫി പിള്ളേരോട് പറഞ്ഞേക്ക്. ആയിക്കോട്ടെ. അവന്റെ വെറുതെ സമയം കാണാം. ഇറങ്ങാൻ നോക്കിയേ. ഡി നീ ഞാൻ ആദ്യം പറയുന്നത് മനസ്സിലാക്കുക. നിങ്ങൾ പരിചയക്കാരാണോ? ഞങ്ങൾ സെയിം നാട്ടുകാരാ. അതെ 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 അതെ, നന്നായി. ചേട്ടൻ ഓക്കെയാ? 12-ാം തീയതി നമ്മൾ ഷൂട്ട് വരാം. ഞാൻ സ്ക്രിപ്റ്റ് അയച്ചു തന്നേക്കാം. അയ്യോ അപ്പച്ചൻ അങ്ങനെ അല്ല, ചേട്ടൻ അങ്ങനെ അഭിനയിക്കണം പറഞ്ഞൂടാ. മോനെ, ഞാൻ അങ്ങനെ പ്രൊഫഷണൽ അല്ല, പിന്നെ ഒരു രസത്തിന് വന്നതാ. അതൊന്നും കുഴപ്പമില്ല, ഇത് ഓക്കെയാണ്. ബാക്കി നമുക്ക് സെറ്റി പിടിക്കാന്നേ. ചേട്ടൻ എന്നൊരു സന്തോഷമില്ലാത്ത. ഞാൻ പറഞ്ഞില്ലേ പുള്ളിനെ കൊണ്ടൊന്നും പറ്റില്ല, നമുക്ക് വേറെ ആളെ നോക്കാന്ന്. ആണോ? എന്നൊരു കാര്യം, ഇയാൾ തന്നെ ഡയറക്റ്റ് ചെയ്യും. എന്നിട്ട് ഇയാളുടെ പേരും വിടും. ആരൊക്കെ അഭിനയിക്കണം വേണ്ട ഞാൻ തീരുമാനിച്ചോളാം. സംഭവിച്ചോളാം അതൊക്കെ പറയുന്നത്. ചേട്ടാ വിഷമിക്കൊന്നും വേണ്ട, ചേട്ടൻ തന്നെ അഭിനയിക്കും. ഓക്കെ, പ്രശ്നമൊന്നുമില്ലേ? ഇനി അങ്ങോട്ട് വേണ്ട, 50 ഞാൻ പോരാ. ആവശ്യമുള്ളത് ഞാൻ ചെക്ക് ചെയ്യാറുന്നു. ഒത്തിരി ഉണ്ട്. കണ്ടാ മതി. എന്നെ നാളെ കിട്ടുന്നത് ആ ഡയറക്ടർ ഭ്രാന്തനം. ഇടി എന്റെ കൈയും കാലും പതയ്ക്കുന്നു. എന്താ ചെയ്യണ്ടേ? അയ്യോ, എന്തിനാ അത്യാവശ്യത്തോടെ കറിയൊക്കെ പോയി അനുഭവിച്ചോ? ഇല്ല, നീ എന്നെ അങ്ങ് പറഞ്ഞു വിടത്തില്ലേ? ഇതാവുമ്പോ ഞാനും നിന്റെ കൂടെ ഉണ്ടല്ലോ. ബെസ്റ്റ്. ഇതിപ്പോ ഞാനായിട്ട് പറഞ്ഞു വേണ്ടി വരത്തില്ല. ചേട്ടാ ഷോർട്ട് റെഡി ആണേ.